സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ചിങ്കക്കല്ല് ആദിവാസി ഊരിലെ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നത്തിൽ ഒടുവിൽ മന്ത്രി AP അനിൽകുമാർ ഇടപെട്ടു. സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നതിന് ഇനി വണ്ടിയെത്തും. യാത്രാ സൗകര്യമില്ലാത്തതിനാൽ പഠനം മുടങ്ങിയ ചിങ്കക്കല്ല് ആദിവാസി കുട്ടികളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ മന്ത്രി നേരിട്ട് ഇടപെട്ടാണ് തീരുമാനമുണ്ടാക്കിയത്. ഓട്ടോറിക്ഷയ്ക്ക് 160 രൂപയായിരുന്നത് ദിവസത്തിൽ 180 രൂപയായി വർദ്ധിപ്പിച്ചു. വാടക ITDPയിൽ നിന്നും ലഭ്യമാക്കും. കല്ലാമൂല GLP സ്കൂളിലേക്ക് 3 കുട്ടികളും പുല്ലങ്കോട് ഹൈസ്കൂളിലേക്ക് 2 കുട്ടികളുമാണ് ഇപ്പോൾ പഠനത്തിന് പോകുന്നത്. ഹൈസ്കൂളുകളിലേക്കുള്ള കുട്ടികളെ സ്കൂൾ ബസ്സിലും LP സ്കൂളിലേക്കുള്ള കുട്ടികളെ ഓട്ടോറിക്ഷയിലും എത്തിക്കും. ഇതിന്റെ ചുമതല വാർഡ് മെമ്പർ ഹസ്കർ ഏറ്റെടുത്തിട്ടുണ്ട്. വാടക ഓട്ടോറിക്ഷക്കാർക്ക് കൃത്യമായി കിട്ടാത്തതിന്റെ പേരിലാണ് യാത്ര മുടങ്ങിയത്. എന്നാൽ ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചിലർ ഉപയോഗിച്ചെന്നും വാർഡ് മെമ്പർ VP ഹസ്കർ പറഞ്ഞു. ചോക്കാട് പഞ്ചായത്തിലെ ചിങ്കക്കല്ല് ഉന്നതിയിൽ നിന്നും കുട്ടികൾ സ്കൂൾ കൊണ്ടുവരുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സത്യാവസ്ഥ ഇപ്പോൾ ഏകദേശം അതിനൊരു പരിഹാരമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ഇടപെട്ടുകൊണ്ട് AP അനിൽകുമാർ സാർ റവന്യൂ മന്ത്രി ഇടപെട്ടുകൊണ്ട് അതിന്റെ പരിഹാരമായിട്ടുണ്ട്. പക്ഷേ എന്നിലും അതിന്റെ ഇടയ്ക്ക് ചില ആളുകൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നുമല്ല അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി ITDPയുമായി ബന്ധപ്പെട്ട് വിളിച്ച് അതിന്റെ ഒരു വാഹനത്തിനുള്ളൊരു സാമ്പത്തിക പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. ITDPയിൽ നിന്ന് കിട്ടുന്ന തുകയ്ക്ക് ഓടാൻ വാഹനങ്ങൾ തയ്യാറല്ലാത്തത് കൊണ്ട് അതിലേറെ കുറച്ചുകൂടി തുക കൂട്ടി തന്നുകൊണ്ട് ആ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കണമെന്ന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി AP അനിൽകുമാർ ITDPയെ വിളിച്ച് അത് പരിഹാരമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ ഇപ്പോൾ കൊണ്ടുവരുന്നതിന് വേണ്ടി PTA മീറ്റിംഗ് കൂടിയുണ്ട്. അതിന്റെ വാഹനത്തിന്റെ പേപ്പറെല്ലാം ക്ലിയർ ആക്കി ITDPയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾ സ്ഥിരമായിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാനുള്ള ഓട്ടോവും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത്. കല്ലാമൂല സ്കൂളിലേക്ക് 3 കുട്ടികൾ വരുന്നുണ്ട്. പുല്ലങ്കോടിലേക്ക് പോകുന്ന കുട്ടികൾക്ക് പുല്ലങ്കോട് ഹൈസ്കൂളിലുള്ള സ്കൂൾ ബസ് പള്ളിപ്പുഴ വരെ വരുന്നുണ്ട്. അത് അവിടെ വന്നതിന് ശേഷം സ്കൂളിലേക്ക് വരികയും തിരിച്ച് അവരെ അവിടെ തന്നെ കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇടപെട്ടത് എന്നുള്ളതിൽ വളരെയേറെ സന്തോഷകരമായ കാര്യമാണുള്ളത്. കാരണം 2 വർഷമായിട്ട് ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നില്ലായിരുന്നു. അന്നൊന്നും ശ്രദ്ധിക്കാത്ത ചില ആളുകൾ ഇപ്പോൾ അതിനുവേണ്ടി അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നത് പോലെ അത് അന്നൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോൾ വന്നുകൊണ്ട് ഞങ്ങളാണ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് സംസാരമാണ് പൊതുമധ്യത്തിൽ സംസാരിക്കുന്നത്. സത്യസന്ധമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മന്ത്രി AP അനിൽകുമാർ ITDPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ പരിഹാരം കാണിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ ഹെഡ് മാസ്റ്ററിന്റെ അധ്യക്ഷതയോട് കൂടി മെമ്പർ നിലയ്ക്ക് എന്റെ കൂടി ഇതിലുകൂടി അങ്ങനെ PTA മീറ്റിംഗ് കൂടിയിട്ട് ഒരു വാഹനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി അവർക്ക് ശാശ്വതമായിട്ട് സൗകര്യപ്രദമായിക്കൊണ്ട് സ്കൂളിലേക്ക് എത്തിപ്പെടാനുള്ള ഇതാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഇന്ന് തുടർന്നുകൊണ്ട് തന്നെ അത് അങ്ങനെ പോകും. കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന കാലത്തോളം അത് ആ ഓട്ടോ ഓടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി കല്ലാമൂല GLP സ്കൂളിലെ PTA യോഗം ചേരുകയും നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാനും കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നത് ഉറപ്പുവരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്.